വചനമൊഴി മാർച്ച് 23. വചനഭാഗം 1 പത്രോസ് 2:18-23, മത്തായിയുടെ സുവിശേഷം 12:15-21. ഈശോയിൽ സ്നേഹമുള്ളവരെ, നോമ്പുകാലത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ സഭ നമ്മെ മിശിഹായുടെ പീഡാനുഭവത്തെ കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കുവാൻ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ സഹനവും വിനയവും കരുണയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഖ്യ ഗുണപാഠങ്ങളായിരിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പത്രോസ് ലീഹ എഴുതിയ ലേഖനത്തിലൂടെ മിശിഹായുടെ സഹനത്തെ മാതൃകയായി തിരുവചനം വയ്ക്കുന്നു. അവനെ നിന്ദിച്ചപ്പോൾ അവൻ തിരിച്ചു നിന്ദിച്ചില്ല, അവൻ കഷ്ടം അനുഭവിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. മിശിഹ അന്യായമായി പീഡനം സഹിച്ചിട്ടും പ്രതികാരം ചെയ്തില്ല. അവിടുന്ന് തൻ്റെ കാര്യം നീതിപൂർവം വിധിക്കുന്ന ദൈവത്തിൻ്റെ പക്കൽ കൈയേൽപ്പിച്ചു. അനീതിയുടെ നടുവിലും സഹനത്തോടെ നിലകൊള്ളുക. തിന്മ ചെയ്യുന്നവരോടും കരുണയോടുകൂടി വർത്തിക്കുക. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറയുന്നു, ഈശോ ശാന്തനും വിനയാനിതനുമായ ദൈവദാസനാണ്. ഏശയ്യാ പ്രവാചകന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ശ്ലീഹ പറയുന്നു, അവൻ വഴക്കിടുകയില്ല, ആരും അവൻ്റെ ശബ്ദം വഴികളിൽ കേൾക്കുന്നില്ല. ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, കത്തുന്ന തീയെ അവൻ അണയ്ക്കുകയില്ല. ഈശോയുടെ കരുണയും സ്നേഹവും വ്യക്തമാക്കുന്ന വചനങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇന്നത്തെ തിരുവചനത്തിലൂടെ മിശിഹായുടെ സഹനത്തെക്കുറിച്ച് പത്രോസ് ശ്ലീഹ എടുത്തു പറയുമ്പോൾ മിശിഹായുടെ കരുണയും സ്നേഹവും മത്തായി സുവിശേഷകൻ നമ്മോട് പങ്കുവെക്കുന്നു. സഹനത്തിലും കരുണയിലും മിശിഹായെ അനുകരിച്ചുകൊണ്ട് ഈ നോമ്പുകാലം ഫലദായകമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രതികാരത്തിനു പകരം ക്ഷമ തിരഞ്ഞെടുക്കുവാൻ, കഠിന ഹൃദയത്തിനു പകരം സ്നേഹം കാണിക്കുവാൻ, ശക്തിക്ക് പകരം വിനയം സ്വീകരിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം.